ധനുഷിൻ്റെ നെക്സ്റ്റ് മൂവി കര അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഫേസസ് ഓഫ് കര എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുൻപ് വന്നിട്ടുള്ള ഒരു ടീസർ കട്ട് അല്ലല്ലോ, അതിൻ്റെ ഒരു ടൈറ്റിൽ റിവീലിംഗ് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു. അത് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം. ധനുഷ്, മമിത ബൈജു, KS രവികുമാർ, കരുണാസ്, ജയറാം, പൃഥ്വി പാണ്ഡ്യരാജൻ, സുരാജ് വെഞ്ഞാറമൂട്, MS ഭാസ്കർ, ശ്രീജ രവി തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് സുരാജ് ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി യൂത്ത് എന്ന് പറയുന്ന സിനിമ തെലുങ്കാനയിലോ എങ്ങോ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെന്നപ്പം അവിടുത്തെ ഭാഷയൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പഠിച്ച് വളരെ രസമായിട്ട് അത് ഡെലിവർ ചെയ്ത്, പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസും പുള്ളി ഗംഭീരമായിരുന്നു. അതായത് യൂത്ത് എന്ന് പറയുന്ന സിനിമയിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ഒരു ട്രാക്ക് ഉണ്ട്. അതിൽ സുരാജ് ചേട്ടൻ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പുള്ളി ഈ ഭാഷയുടെ അതിരുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു ട്രൂ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് അതിരുകളില്ലാതാവും, ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒന്നും അതിരുകളില്ലാതാവും എന്നൊക്കെ പറയുന്നത് അതൊരു സംഭവമാണ്. എന്തായാലും നമുക്കിപ്പോൾ ഫേസസ് ഓഫ് കര എന്ന് പറയുന്ന ഈ വീഡിയോ കാണാം. വിഘ്നേഷ് രാജയാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൽഫ്രഡ് പ്രകാശും വിഘ്നേഷ് രാജയും കൂടി ചേർന്നിട്ടാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. മ്യൂസിക് ഡയറക്ടർ നൺ അതർ ദാൻ GV പ്രകാശ് കുമാർ. വീഡിയോ പ്ലേ ആവട്ടെ. പൃഥ്വി പാണ്ഡ്യരാജൻ, ഹൈ ജയറാമേട്ടൻ കൊള്ളാലോ. മമിത ആ ഏജിലേക്കുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുന്നുണ്ട്. നൈസ്. എന്താ മോനെ, ധനുഷിൻ്റെ പകുതി ഉണ്ടാവും ആള്. April 30 ഏപ്രിലെ മെയിൻ ഓൾറെഡി നെറ്റ്ഫ്ലിക്സ് എടുത്തു കേട്ടോ പടം. ഏപ്രിലെ മെയിൻ റിലീസുകളിൽ ഒന്നാണ് കര എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുൻപ് വന്നിട്ടുള്ള ആ വീഡിയോ കണ്ടപ്പോഴും പറയേണ്ട ഒരു സ്ഥിരം ട്രാക്കിൽ പോകുന്ന ഒരു തമിഴ് സിനിമ. ധനുഷിൻ്റെ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു ഗ്രാമപ്രദേശം, അവിടെ പകയും പ്രതികാരവും കൊലപാതകവും എന്ന് പറയുന്ന ആ സ്ഥിരം പാറ്റേണൊക്കെ ആവാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ഒന്നാണ്. ഞാൻ ഇതിൽ ശ്രദ്ധിച്ചത് മമിതയാണ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമിതയുടെ കുറേ ക്യൂട്ട്നെസ് പരിപാടികളാണ്. നമ്മൾ ഇത്രയും സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണുന്നത് അവരിപ്പം നിൽക്കുന്ന ഏജിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള വേഷങ്ങളൊക്കെയാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് കണ്ടിട്ടില്ലാത്തൊരു ജീവിതത്തിനെ എഴുതി വച്ചിരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കി ആ നാടിനോട് ആ വേഷത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അവർക്ക് മാറാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയ കഴിവാണ്. മമിത അതിലേക്ക് വരുന്നു. ലുക്ക് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടി മമിതനെ ഈ ഒരു കോസ്റ്റ്യൂമിൽ, ഈ ഒരു വേഷത്തിലൊക്കെ കണ്ടപ്പോൾ. അവരിതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്നാണ്. പൊതുവേ എല്ലാ നടീനടന്മാരും പറയുന്നതാണ് ഞാൻ ഇതുപോലത്തെ ഒരു വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇത് ട്രൂലി ആ ഫീലുണ്ട്, ആദ്യമായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അത് എത്രത്തോളം ഗംഭീരമായിട്ട് അവർക്ക് പുഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സിനിമ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് വയലൻ്റ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അങ്ങനെ പോകുന്നൊരു സിനിമയായിരിക്കും. ആ സിനിമയിൽ ഇങ്ങനൊരു വേഷം ചെയ്യുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വരും, അതിൻ്റെ ഒരു പഞ്ച് എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യും എന്നൊക്കെയുള്ളത് തീർച്ചയായും ഞാൻ അറിയാൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ GV പ്രകാശിൻ്റെ മ്യൂസിക്, സുരാജ് ഏട്ടൻ ഏതാണ്ട് ഇതേ ലുക്കിലല്ലേ മറ്റേ വിക്രമിൻ്റെ പടത്തിൽ കണ്ടതെന്ന് പറയുന്ന പോലത്തെ ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ അയാളൊക്കെ വേറെ റേഞ്ചാണ് മാൻ. അങ്ങേരെ ഇങ്ങനെ മറ്റ് ഭാഷയിലുള്ള ആളുകളും കൂടി ടാപ്പ് ചെയ്ത് തുടങ്ങുന്നു. അദ്ദേഹത്തിന് ഇത്രയും വലിയ അവസരങ്ങൾ കിട്ടുന്നു. വലിയ ബാനറിൽ വലിയ സ്റ്റാർസിൻ്റെ ഓപ്പോസിറ്റൊക്കെ വരുന്നു. കുഞ്ഞു സിനിമയിൽ പോലും അദ്ദേഹം ഭാഗമാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ടോക്ക് ഓഫ് ദ ടൗൺ എന്നൊക്കെ പറയുന്ന പോലെ യൂത്ത് എന്ന് പറയുന്ന സിനിമ തമിഴ്നാട്ടിൽ എത്രത്തോളം ചർച്ചയാവുന്നു അത്രത്തോളം സുരാജ് ഏട്ടനും ചർച്ചയാവും. കാര്യം അത് ആ പെർഫോമറിൻ്റെ മികവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെർഫോമേഴ്സ് മലയാളത്തിൽ നിന്ന് പോയിട്ട് പല ഭാഷകളിലൊക്കെ ഞെട്ടിക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനമൊക്കെ തരുന്നൊരു കാര്യമാണ്. എന്തായാലും കര ഒരു വലിയ വിജയചിത്രമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ പാറ്റേണിൽ പോകുന്ന കൊലപാതകം. അതായത് ഒരു അഭിനേതാവ്, ഇപ്പം ഞാൻ ധനുഷിൻ്റെ കയ്യിലിരിക്കുന്ന വാൾ കണ്ടപ്പോൾ ധനുഷിൻ്റെ ബോഡിയുടെ പകുതിയുണ്ട്. അത്രയും വലിയ വാളൊക്കെ എടുത്ത് എല്ലാവരെയും വീശി കൊന്നു പ്രതികാരം ചെയ്തു പോവുക. ഏറ്റവും അവസാനം ചിലപ്പോൾ നായകനും തട്ടിപ്പോകും എന്ന് പറയുന്ന പോലെ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി ഇമോഷണലി നമ്മളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ, നമുക്കറിയില്ല ഇപ്പോൾ ഈ സിനിമയുടെ പിന്നിലെ പൊളിറ്റിക്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുള്ളതെന്ന്. അതൊക്കെ ട്രെയിലറും ടീസറും ഒക്കെ വന്നു കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്ട്രാ എലമെൻറ്റ്, നമ്മൾ സ്ഥിരം കാണുന്ന സിനിമകളിൽ കണ്ടു ശീലിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതോ അല്ലാത്ത മറ്റെന്തെങ്കിലും കൂടി ഇതിനകത്തുണ്ടെങ്കിൽ
അടിപൊളിയായിരുന്നേനെന്ന്. അത് നമുക്ക് അടുത്തടുത്ത അപ്ഡേറ്റ്സ് വരുമ്പോൾ പറയാം. സൂര്യ നായകനാവുന്ന പുതിയൊരു പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. മമിത ബൈജു ഒക്കെ അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ടീസർ കണ്ടിട്ടില്ല. ടീസർ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. മാർച്ച് 25-നാണ് വന്നത്. 4 ദിവസം കഴിയുന്നു ഞാൻ ഈ വീഡിയോ കാണുമ്പോഴേക്കും. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ വെങ്കി അട്ലൂരി. ഓക്കെ, അതൊരു പ്രോമിസിങ് പേരാണ്. GV പ്രകാശിൻ്റെ മ്യൂസിക്കാണ്. DOP നിമിഷ് രവിയാണ്. എഡിറ്റർ നവീൻ നൂലിയാണ്. നമുക്ക് വിശ്വനാഥ് ആൻഡ് സൺസിൻ്റെ ടീസർ കാണാം. ടീസർ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സഞ്ജയ് വിശ്വനാഥ് ഇതുവരെക്കും എത്രയോ പിസ്റ്റൽ കോമ്പറ്റീഷൻസ്ல ஜெயிச்சிருக்காரு. പിസ്റ്റൽ കോമ്പറ്റീഷൻ. கண் பார்வைக்கு 20ல இருக்கிற ஃபிட்னஸ் 40 தாண்டி தான் இருக்காது. ഷൂട്ടിംഗ് ചാമ്പ്യൻ. This is Maddie. ஒரு பெரிய farm house, lavish lifestyle, இஷ்டத்துக்கு செலவு பண்றோம். நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவன் இப்படிதான் நம்மளை விட பெரிய ஆள் இருக்காங்கிறத காட்டுவான். ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். என்னடா? எங்க இருந்துடா இவளை புடிச்சிட்டு வந்த? லவா? ரொம்ப விட்டாத, அப்புறம் கஷ்டமா இருக்கும். எவ்வளவு 20 வயசு சின்னமா? எனக்கு ப்ராப்ளம் இல்ல. எனக்கு ப்ராப்ளம். ப்ளீஸ். நீ ஒரு சுருக்கு போட்டு நம்ம வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சுருக்கு போடுறேன். நீ விழு. போதும். ഒരു കല്യാണം കഴിക്കുമോ? ആ ഫീൽ ഗുഡ് സാധനം അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ഫീൽ ഗുഡ് മാക്സിമം കിട്ടാവുന്നൊരു രീതിയിൽ മ്യൂസിക് വൈസ് എനിക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ ഒരു പാറ്റേണൊക്കെ വെച്ചിട്ട്, അതായത് ഭയങ്കര ഹൈപ്പർ റിച്ച് സാധനങ്ങളൊക്കെ പറയുന്ന, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രണയം അതാണ്, പൈസ എന്നൊരു വിഷയമല്ലാത്ത, അല്ലെങ്കിൽ ഈ പറയുന്നൊരു പൊളിറ്റിക്കൽ, ഈ മനുഷ്യൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ബേസിക് ഇഷ്യൂസ്, അതിലേക്കൊന്നും പോകാതെ പ്രണയം, സ്നേഹം എന്ന് പറയുന്ന, പിന്നെ 20 വയസ്സിൻ്റെ വ്യത്യാസമുള്ള 2 ആൾക്കാർ, ഒരാൾ കരിയറിൽ എന്ന് വെച്ചാൽ അയാൾ അത്രയും തവണ പിസ്റ്റൽ ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഹെൽത്ത് നോക്കുന്ന, അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ഒരാൾ. എനിക്ക് അങ്ങനെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, ആവശ്യത്തിന് പൈസയൊക്കെ ചിലവഴിക്കുന്ന രീതിയിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ യങ് ആയിട്ടുള്ളൊരു പെൺകുട്ടി. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, എനിക്ക് ഇത്രയും പ്രായവ്യത്യാസമുള്ള ഒരു പെൺകുട്ടിയെ പറ്റില്ല എന്ന് അയാൾ അത്രയും പറയുന്ന സമയത്ത് അവൾ എനിക്ക് നിങ്ങളെ പ്രേമിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്. അതിങ്ങനെ മുന്നോട്ട് പോയി ഇത് എവിടെ ചെന്ന് എൻഡ് ചെയ്യുമെങ്കിലും ഇതിനകത്തൊരു സ്റ്റോറി ഉണ്ട്, കുറേ കോൺഫ്ലിക്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുക, ഈ കഥാപാത്രങ്ങൾ ഇതിനെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നു സൂര്യയ്ക്കാണെങ്കിലും അതേപോലെ മമിതയ്ക്കാണെങ്കിലും അവരുടെ ഏജിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിഷ്വൽ പരിപാടികളൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, കണ്ടിരിക്കാനുള്ള അത്രയും സാധനം നിറച്ച് വെച്ചിട്ടുണ്ട് വിഷ്വലിൽ. മ്യൂസിക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫീൽ ഇങ്ങനെ നിന്ന് പോകാനുള്ള സാധനങ്ങളെല്ലാം GV പ്രകാശ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ കൊണ്ട് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സൂര്യയുടെ ക്യാരക്ടർ ലാസ്റ്റ് ഒരു കുഞ്ഞുമായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ആവുന്നതാണോ, അതോ ഇയാൾ മുൻപൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണോ? എനിക്ക് തോന്നുന്നത് അതായിരിക്കാം. അല്ലാതെ കംപ്ലീറ്റ്ലി കരിയർ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ഒരാളെ 40-ആം വയസ്സിലൊരു പെൺകുട്ടി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് വേണ്ടെന്ന് വെക്കാനും വലിച്ചെറിഞ്ഞ് കളയാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാതെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ടാവും. ഇവരെ ഒരുമിച്ച് നിർത്തുന്ന, അടുപ്പിച്ച് നിർത്തുന്ന കുറേ ഫാക്ടേഴ്സൊക്കെ ഉണ്ടാവും. അതെന്തൊക്കെയായിരിക്കും, പിന്നെ ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ തീർച്ചയായിട്ടും ഒരു ആകാംക്ഷ ഉണ്ടാവുന്നുണ്ട്. ബാക്കി നമുക്ക് തിയേറ്ററിൽ പടം വരട്ടെ, ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരട്ടെ, പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. സൂര്യയ്ക്ക് ആസ് ആൻ ആക്ടർ, ആസ് എ സ്റ്റാർ അയാളുടെ കരിയറിലൊരു സൂപ്പർ ഹിറ്റ്, തിയേറ്റർ ഹിറ്റ് പടം വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മമിത ഓൾറെഡി ഇത്രയും ഹിറ്റ് പടങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. അവരുടെ കരിയറിൻ്റെ തുടക്കമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താവും എങ്ങനെയാവുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിശ്വനാഥ് ആൻഡ് സൺസിൻ്റെ ടീസർ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.